السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നടത്തിയ ഒരു പ്രാർത്ഥനയാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയാണ് ഈ ആയത്തിൽ ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടന്ന വഴിയെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ നടന്നില്ല. നിഷേധത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത അവർ അള്ളാഹുവിന് പങ്കുകാരെ നിശ്ചയിച്ചു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും നീ അകറ്റണമെന്ന് അള്ളാഹുവിനോടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അങ്ങേയറ്റത്തെ അനുസരണവും ഹൃദയ ആഭിമുഖ്യവും ഈ പ്രാർത്ഥനയിലുണ്ട്. തന്നെയും തൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് അകറ്റാനും സന്മാർഗത്തിലാക്കാനുമാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഷിർക്കിൻ്റെ ഇരുട്ടുകളിൽ നിന്ന് വിമോചിതമായി തൗഹീദിൻ്റെ പ്രകാശത്തിലേക്ക് ഹൃദയം കടന്നെത്തുന്നത് തന്നെ അള്ളാഹുവിൻ്റെ വലിയൊരു അനാഗ്രഹമാണ്. തനിക്ക് മുമ്പ് വിഗ്രഹങ്ങളാൽ ദുർമാർഗത്തിൽ അകപ്പെട്ടു പോയ നിരവധി ജനങ്ങളെക്കുറിച്ച് അറിയാനിടയപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയത്. എൻ്റെ നാഥ, അധികം മനുഷ്യരെയും ഈ വിഗ്രഹങ്ങൾ വഴിതെറ്റിച്ചിരിക്കുന്നു. പക്ഷേ വിഗ്രഹങ്ങളാൽ വഞ്ചിതനാകാതെ എന്നെ പിന്തുടരുന്നവനാര്? വിശ്വാസമാകുന്ന അച്ചുതണ്ടിൽ അവർ എന്നോടൊപ്പമുണ്ട്. അതിനാൽ എന്നെ ആരെങ്കിലും പിന്തുടർന്നാൽ അവൻ എന്നിൽപ്പെട്ടവനാണ്. എന്നെ ധിക്കരിക്കുന്നവനാണെങ്കിലോ നിശ്ചയം നീ ക്ഷമാശീലനും ദയാലുവാണല്ലോ. കരുണാർദ്രനും ഗുണകാംക്ഷിയുമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിശിഷ്ട ഗുണങ്ങളാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. വഴിതെറ്റിപ്പോയ ധിക്കാരികൾ നശിച്ചു പോകണമെന്നോ ശിക്ഷിക്കപ്പെടണമെന്നോ ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ മാപ്പിനും കാരുണ്യത്തിനും അവരെ അർഹരാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.